അപ്പോൾ ഇന്ന് നമ്മളടുത്ത് തന്നെയല്ലേ നമ്മളെ ഫാമിലി തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായി, സുന്നത്ത് മംഗലൊരു കുഞ്ഞിൻ്റെ. അപ്പോൾ അതിൻ്റെ വർക്ക് ഉണ്ടായിന് മിതാദിനായി. അങ്ങനെ മിതാദിൻ്റെ വർക്കെല്ലാം നിങ്ങൾ നോക്കാവേ, വീഡിയോസും കാര്യങ്ങളെല്ലാം. അങ്ങനെ അത് കഴിഞ്ഞിട്ടായിട്ടില്ലേ എൻ്റെ അളപ്പാൻ്റെ ഉണ്ടായിന് മൊയിലോസ് ഉണ്ടായിന്. അങ്ങനെ നമുക്ക് ആടുക്കും പോകാനുണ്ടായി. അങ്ങനെ ആടുക്കും വീടുക്കെല്ലാം പോയിട്ടില്ലേ നല്ല പൊലിസുണ്ടായി ഒരു ഡേ കഴിഞ്ഞറിഞ്ഞാൽ. അപ്പോൾ കുറേ ആൾക്ക് കുറേ ഡൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഓർഡറെല്ലാം എടുത്തിട്ട് എങ്ങനെ പോകുന്നത്, അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ഓരോരാൾക്ക് ഓരോ എന്തായാലും ഉണ്ടാവും. പെണ്ണുങ്ങൾക്കാകുമ്പോൾ പിന്നെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളെല്ലാം കൂടുതലല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ആൾ ചോദിക്കലുണ്ട്. അപ്പോൾ ഇല്ലേ ഞാൻ ഓർഡർ എടുത്തെങ്കിൽ എന്നില്ലേ, ഞാനിപ്പോൾ ഓർഡർ എടുത്തിട്ട് നിങ്ങൾ എല്ലാവരും എന്താക്കുന്ന പുരയിൽ പണിയെല്ലായിട്ട് ഒത്തര ആയിട്ടായിട്ടല്ലേ പോകുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞു അങ്ങനെ അത്ര ഫുള്ള് ക്ലീൻ ആയിട്ട് പോലില്ല. ഞാൻ എൻ്റെ കുറച്ച് കൊടുത്തിട്ടതിന് ശേഷം ജസ്റ്റ് കുറച്ച് പാത്രങ്ങളെല്ലാം കഴിയിട്ട് അങ്ങനെ പോകലാന്ന് പറഞ്ഞാൽ. ഇനി പണിയെടുത്തിട്ട് കുറേ വലിയ ഓർഡർ ഉണ്ടെങ്കിൽ പോലുമില്ല, അത് വേറെ കാര്യം. ഇങ്ങനെ ചെറിയ ഓർഡറെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഫംഗ്ഷനെല്ലാം ഉണ്ടെങ്കിൽ പോകും. പിന്നെ നമുക്ക് കുറേ ആൾ ചോദിക്കുന്നത് എന്താ പറയുക, ഈ ഹോട്ടല അങ്ങനെ എന്തെങ്കിലും തുടങ്ങിക്കൂടെ. കുറേ ആളെന്നോട് വിളിച്ച് ചോദിക്കാനുണ്ട്. ഷോപ്പ് ഇടുന്ന കുമ്പളയിൽ ഇപ്പോൾ ക്ലിക്കായിനല്ലോ ഒരു ഷോപ്പാകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇങ്ങനെ നമുക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല ഹോട്ടലോട്. തള്ളലാന്ന് പറയുമോ കുറച്ചാൾ, പക്ഷേ തള്ളലല്ല, സത്യമാണ്. നിങ്ങളോട് തള്ളി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്, അല്ലേ. അപ്പോൾ തന്നെ കിച്ചണല്ലേ ചെറിയൊരു തട്ടുകട പോലെ അല്ലെങ്കിൽ ഹോട്ടൽ പോലെ അങ്ങനെ മറ്റു ചെയ്തെങ്കിൽ നല്ലതല്ലേ, നല്ല ചോദിക്കലുണ്ട്. പക്ഷെ തട്ടുകടയാ ഹോട്ടൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിലേ നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരു ഡേ കിട്ടാല. ഇതിപ്പോൾ നമ്മൾ പുരയിലാണെങ്കിലല്ലേ കുറച്ച് ഓർഡർ എടുത്ത് ഇന്നൊരു ദിവസം ഫുൾ ഓർഡറെങ്കിൽ പിറ്റേ ദിവസം ഫ്രീ ആണ്, പിറ്റേ ദിവസം ക്ലീൻ ആക്കാനുള്ള റെഡിയാണ്. പിന്നെ നമുക്ക് ഓർഡർ ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ കിടന്നിട്ട് ഉറങ്ങല. നിങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ വലിയൊരു പണി എടുക്കുന്നോളല്ല. ഈ ഓർഡറെല്ലാം കൊടുത്തിട്ടില്ലേ പിറ്റേ ദിവസം ഓർഡർ ഇല്ലെങ്കിൽ എന്ത് പണിയെടുക്കാതെ ചിലപ്പോൾ കിച്ചണിലേക്ക് കയറില്ല, അത്രയ്ക്ക് മടിയാണ്. നല്ല വാങ്ങല കിടന്നിട്ട് ഉറങ്ങൽ, ഫോൺ നോക്കൽ, റെസ്റ്റ് എടുക്കൽ, അത് മാത്രമാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഹോട്ടലാകുമ്പോഴേക്ക് നമുക്ക് ഡെയിലി പണിയെടുക്കണ്ടേ, ഒരുന്ന റെസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അവിടെ ഫാമിലീൻ്റെ അവിടെ പോകാൻ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പണിയുടെ തന്നെ ഒരു വെറുപ്പ് പോലെ ആവും. ഒരു എന്തിനൊരു ഫ്രീ ടൈം കിട്ടാതെ അപ്പോൾ ഒരു ബോറാവും. പക്ഷെ അങ്ങനെ വേണ്ട, നമുക്കിതെല്ലാം തരില്ല. ആവശ്യത്തിനുള്ള ഓർഡർ കിട്ടുന്നുണ്ട്, പിറ്റേ ദിവസം ഫ്രീ ആകുന്നുണ്ട്, പിറ്റേ ദിവസം ഓർഡർ ഇല്ലെങ്കിൽ അങ്ങനെ ഫ്രീ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് മാഷാ അല്ലാ ഞാൻ ഹോട്ടൽ തുടങ്ങാനുള്ള പ്ലാനൊന്നുമില്ല, നമുക്കിങ്ങനെ കുറച്ച് കിട്ടിയാൽ മതിയെന്ന്. അപ്പോൾ ഇതെന്ത് കഥ അറിയോ, നമ്മൾ ആ ഫാമിലീൻ്റെ അവിടെ പോയി അളപ്പാൻ്റെ അവിടെ പോയി അവിടെ ഫംഗ്ഷനും കാര്യങ്ങളും ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പെരുക്ക് വന്നിട്ടുണ്ടായി. അളപ്പാൻ്റെ നേരെ നമ്മളെല്ലാവരും നമ്മളെ പെരുക്ക് വന്നിട്ടുണ്ടായി. മൊഗ്രാൽ എത്തിയെങ്കിൽ ഉമ്മാൻ്റെ ഒന്ന് കയറിയില്ലെങ്കിൽ സമാധാനമേ ഇല്ല. ആ ടൈമിനാന്ന് പ്രതീക്ഷിക്കാതെ ആങ്ങളുടെ ഫാമിലിയെല്ലാം വരുന്നോളൂ, ആങ്ങളുടെ ഓരെല്ലാം ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായി. അങ്ങനെ ഓർ കുറേ ചോക്ലേറ്റും മസാല ബദാമും പിസ്താവും ഡേറ്റ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിന്. അങ്ങനെ കുറേ ബിസ്സെല്ലാം ആക്കിയിട്ട് നസ്റ്റെല്ലാം ആക്കിയിട്ട് പോയതാണ്. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളടുത്ത് തന്നെയല്ലേ നമ്മളെ ഫാമിലി തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു